ആളൂർ പുഴയിൽ മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി നടപടിയുമായി കണ്ടാണശ്ശേരി പഞ്ചായത്ത് ആരോഗ്യവകുപ്പ്. പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി നടപടി സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയുടെ മറവിൽ പരിസരവാസികളുടെ കണ്ണുവെട്ടിച്ച് പഴകിയ കാലാവധി കഴിഞ്ഞ ഗുളികകളും മരുന്നുമാണ് ചാക്കിൽ കെട്ടി പുഴയിൽ വലിച്ചെറിഞ്ഞത്. പൊതുജലാശയങ്ങൾ മലിനപ്പെടുത്തുക മാത്രമല്ല, പൊതുജനങ്ങൾ കുളിക്കുകയും വസ്ത്രങ്ങൾ കഴുകുകയും ചെയ്യുന്ന പുഴയിൽ രാസസംയുക്തങ്ങൾ അടങ്ങിയ മരുന്നുകൾ ഉപേക്ഷിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് മിന്നൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ലഭിച്ച തെളിവുകളിലൂടെയാണ് വലിച്ചെറിഞ്ഞത് ആളൂർ സ്വദേശിയും 7-ാം വാർഡിലെ സ്ഥിരതാമസക്കാരനുമായ രായമരക്കാർ വീട്ടിൽ മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ള കേച്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പന്നിത്തടം റോഡിലെ ഇന്ത്യൻ ഫാർമസി എന്ന സ്ഥാപനത്തിൽ നിന്നാണെന്ന് ബോധ്യപ്പെട്ടത്. ഇതേ തുടർന്ന് ഇവരെ വിളിച്ചുവരുത്തി കയ്യോടെ മാലിന്യം എടുത്തുമാറ്റി. തുടർന്നുള്ള അന്വേഷണത്തിൽ ചാക്കിൽ കെട്ടി പുഴയിൽ മാലിന്യം വലിച്ചെറിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടു. ചാക്കിൽ നടത്തിയ പരിശോധനയിൽ കൂനമൂച്ചി സ്വദേശി തരകൻ ഫ്രാൻസിസ് എന്ന വ്യക്തി വീട്ടിലെ മാലിന്യമാണ് നിക്ഷേപിച്ചത് എന്ന് വ്യക്തമായി. പള്ളിയിലെ സംഭാവന രസീതിയും തുണിക്കടയിലെ ബില്ലുകളുമാണ് മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ ആരോഗ്യവകുപ്പിനെ സഹായിച്ചത്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യമായ റിപ്പോർട്ട് പഞ്ചായത്തിന് സമർപ്പിച്ചു. മാലിന്യം നിക്ഷേപിച്ചവരുടെ വിവരം നൽകിയ വ്യക്തിക്ക് പാരിതോഷികം നൽകുന്നതാണെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പൊതുജലാശയങ്ങൾ മലിനമാക്കുന്ന പ്രവൃത്തികൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രാദേശിക പൊതുജനാരോഗ്യ അധികാരി ഡോക്ടർ KP ചിന്ത അറിയിച്ചു. പരിശോധനയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, AA കൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, VL ബിജു എന്നിവർ നേതൃത്വം നൽകി.